മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അന്ത്യന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ 3 ന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, ഉൽപ്രാവണം കഴിഞ്ഞ് മധ്യാകാശത്തിലുള്ള ഒരു ന്യായവിധി, അത് റിവാർഡ്സിന് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്, ലോകത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ന്യായവിധി, അത് കഴിഞ്ഞിട്ടാണ് അവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം ദുഷ്ടന്മാരുടെ ന്യായവിധി, അത് വെള്ളസിംഹാസനത്തിൽ ഉള്ള ന്യായവിധി. ഈ 3 ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം വിശ്വാസികളുടെ ന്യായവിധിയായ ഭീമ കോർട്ടിൽ വെച്ച് നമുക്ക് പ്രതിഫലങ്ങൾ തരും. 5 കിരീടങ്ങളെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചു. നിങ്ങൾ കേൾക്കാത്തതുണ്ടെങ്കിൽ അത് പോയി കേൾക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അതിനോട് തുടർമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇത് മനുഷ്യർക്ക് ഉള്ള കാര്യമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന വിശുദ്ധന്മാരങ്ങ് സ്വർഗത്തിലും ദുഷ്ടന്മാരെ നരകത്തിലും പോവും എന്നൊക്കെ അങ്ങ് വിശ്വസിക്കുന്നു. ശരിയാണ്, ഒരു പാർട്ട് അതിൻ്റെ ശരിയാണ്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് റപ്ചർ വരുമ്പോൾ വിശുദ്ധന്മാരെടുക്കപ്പെടും. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പായി വെളിപ്പെടേണ്ടതാണ്. ഈ ഒരു വാക്യം ഒരു കുറിവാക്യമായിട്ട് കരുതിക്കൊള്ളുക. ഇത് വെച്ചായിരിക്കും നമ്മൾ തുടർന്നും സംസാരിക്കുന്നത്. കൊരിന്ത്യ സഭയിൽ ഉള്ള വിശുദ്ധന്മാർക്ക് ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിംഹാസനം എന്നല്ല. അന്നേരം വിശുദ്ധന്മാരുടെ ന്യായവിധി എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ ഭയങ്കര ക്രോധകലശങ്ങൾ വരുമ്പോഴേ മലകൾ കാണുന്നില്ല, സൂര്യൻ ഇരുണ്ടു പോകുന്നു, ആസ്ട്രോയിഡ്സ് ഭൂമിയിൽ വീഴുന്നു, ഇങ്ങനെയൊക്കെ വന്ന് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കത്തിപ്പോവുകയൊക്കെ ചെയ്യുമ്പോഴേ ലോകത്തിൽ തന്നെ കുറേ പേര് ഇല്ലാതെയായിപ്പോവും, മരിച്ചു പോകും. പിന്നെ കുറച്ച് പേരെ ലോകത്തിൽ കാണുകയുള്ളൂ. ആൻറ്റിക്രൈസ്റ്റ് ഭരണം കഴിയുമ്പോൾ കുറച്ച് പേരെ ലോകത്തിൽ കാണുകയുള്ളൂ. എടുക്കപ്പെടുന്നതും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ലോകത്തിലേക്ക് എടുക്കുമ്പോഴും കുറച്ച് പേരെ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരെയും, മരിച്ചവരും ജീവിച്ചവരും ആബാലവൃദ്ധം ആളുകളെയും ന്യായം വിധിക്കും. അത് ഏറ്റവും അവസാനത്തെ ന്യായം വിധിയാണ്. എന്നാൽ വിശ്വാസത്തിൽ മരിച്ചിരിക്കുന്നവരെയും വിശ്വാസത്തിൽ ഇരിക്കുന്നവരെയും, കാരണം ഈ ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിൽ ആരും വിശ്വാസത്തിൽ ഇരിക്കത്തില്ല, ജീവനോട് ഇരിക്കാനുള്ള സാധ്യതയില്ല. അവരെല്ലാം കൊന്നുകളയും, എന്തായാലും കൊന്നുകളയും. കാരണം ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ അവൻ്റെ പ്രതിമയെ നമസ്കരിക്കാതെയോ അല്ലെങ്കിൽ അവന് ഫേവർ ചെയ്ത് അവന് സ്തോത്രം പാടാതെയോ അവൻ പറയുന്ന അനുസരിക്കാതെ ഇരിക്കുന്നവരെല്ലാം കൊന്നുകളയും. ഈ അവനെ കൊന്നുകളയുന്നവരെയൊക്കെ അവരുടെ ആത്മാക്കളെ മേളിൽ കണ്ടു എന്ന് പറയുന്നത്. അതിനകത്ത് യഹൂദനും കാണും, ലോകത്തിലെ ജനതവും കാണും. അവർക്കും മേളിൽ വെച്ച് തന്നെ ഒരു ന്യായവിധിയുണ്ട്. അവർ ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും അവിടെ വെച്ചൊരു ന്യായവിധിയുണ്ട്. മരിച്ചുപോയവരുടെ വിശ്വാസത്തിലുള്ള മരിച്ചുപോയവരുടെ ന്യായവിധി അവിടെ വെച്ച് തന്നെ ഉണ്ട്. എന്നാൽ പാപത്തിൽ മരിച്ചവരൊന്നും ഇതിനകത്ത് വരുന്നില്ല. പാപത്തിൽ മരിച്ചവരെയൊക്കെ അവസാനത്തുള്ള ന്യായവിധി എന്ന് പറഞ്ഞാൽ 3ാമത്തെ ന്യായവിധിയിലാണ്. മരിച്ച ആബാലവൃദ്ധ ജനം, വെളിപ്പാട് പുസ്തകം 20:11 അങ്ങനെയാണ് പറഞ്ഞത്, മരിച്ചതിൽ ആബാലവൃദ്ധ ജനം. 2ാമത്തെ ന്യായവിധിയിൽ വരുന്നത് ത്രോൺ ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ സിംഹാസനമാണ്. അത് മത്തായി 25:31 പറയുന്നുണ്ട്. അത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഇസ്രായേലിനെയോ കർത്താവിനെ അറിയുന്നവരെ ഫേവർ ചെയ്തിരിക്കുന്നവരെ അവരെ 2ആയി തിരിച്ച് വലതുവശത്ത് നിൽക്കുന്നവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിനകത്തുള്ളൊരു കാര്യം, ആ സമയത്ത് മരിക്കാതെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെന്താണ് സംഭവിക്കുന്നത്? അവർ ഫേവർ ചെയ്യണം. ആർക്കാണ്? യഹൂദനെ സഹായിച്ചവർ, അല്ലെങ്കിൽ ആരെങ്കിലും ക്രിസ്ത്യാനികളെ നേരത്തെ സഹായിച്ചവർ. അവർ മരിച്ചിട്ടില്ല, അങ്ങനെയുള്ളവർ. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല എന്ന് ശ്രദ്ധിക്കുക. അവരും 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരും. 1000 ആണ്ട് വാഴ്ച കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. 2 കൊരിന്ത്യർ 5:10 ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിനൊക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക.
അതേ സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുമല്ലോ. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവം എല്ലാം തന്നെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ന്യായപ്രമാണത്തിന് വന്നതിന് ശേഷം ആണല്ലോ വന്നത്. അതിന് മുമ്പുള്ള ആളുകൾ ജീവിച്ചിരുന്നില്ലേ? അവർക്ക് ന്യായവിധിയില്ലേ? അവരെ ന്യായം വിധിക്കത്തില്ലേ? അതിൻ്റെ എന്ത് ബേസിസിലാണ് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. യഹൂദന്മാരെ ന്യായം വിധിക്കുന്നത് ന്യായപ്രമാണ പ്രകാരമാണെങ്കിൽ അതിന് മുമ്പ് ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പുള്ള ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, അവരെ ന്യായം വിധിക്കുന്നതാണ്. എല്ലാത്തിലും ബൈബിളിൽ അതിന് ഉത്തരവുണ്ട്. റോമർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ള സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണമാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ന്യായപ്രമാണത്തിലുള്ളതുപോലെ ചെയ്യുകയാണെങ്കിൽ അവർ ന്യായപ്രമാണം ബേസിസ് ആയിട്ട് അവരെ ന്യായം വിധിക്കും. എന്ന് പറഞ്ഞാൽ മനസാക്ഷിയിലെ കോൺഷ്യൻസ് അനുസരിച്ച് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതനുസരിച്ച് അവരെ ന്യായം വിധിക്കുന്നു. എന്നാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും, ലോകത്തിൽ ആര് ജനിച്ചിട്ടുണ്ടോ എല്ലാ മനുഷ്യനും കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് മറന്നുപോയി. അതുകൊണ്ട് ആര് ലോകത്തിൽ ജീവിക്കുന്നോ അവരെ എനിക്കത് ബാധകമല്ല എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. റോമർ 14:12 ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തരും നമുക്ക് എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റത്തില്ല. ദൈവം മനസ്സിനെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ മനസ്സുകളെ അറിയുന്ന ദൈവം. പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. ഇപ്പം എന്താണ്, ന്യൂയോർക്കിലിരിക്കുന്ന അമ്മാമ്മയ്ക്ക് പോലും കുമ്പനാട് പറമ്പിലൊരു പശു കയറിയാൽ കാണാൻ പറ്റുന്നൊരു സ്റ്റേജിലായി. അത് പറഞ്ഞപ്പോൾ മനസ്സിലാവുമല്ലോ. കുമ്പനാട് സ്വന്തം പറമ്പിൽ മതിൽ ചാടി ഒരു പശുവോ ഒരു ആടോ കയറിയാൽ ന്യൂയോർക്കിലിരിക്കുന്ന അമ്മാമ്മയ്ക്ക് അവിടെ നിന്ന് കാണാം. കാരണം ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്ത് മൊബൈലിൽ കാണാം, ആ പശു ചാടി കയറുന്നത് കാണാം, അവിടെ ഇരുന്നാൽ കാണാം. അപ്പോൾ ദൈവം എത്ര ബുദ്ധിമാനാണ്, ദൈവം എത്ര കാര്യങ്ങളെ ജ്ഞാനിയാണ്, സർവ്വജ്ഞാനിയാണ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം, ഇപ്പം എലോൺ മസ്കിൻ്റെ ചിന്ത ന്യൂറോ ലിങ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിനെ വായിക്കാൻ പറ്റുമെന്ന് ഇപ്പം മനസ്സിലായി. കർത്താവിന് ഇതൊക്കെ അറിയാം, നിങ്ങളുടെ മനസ്സിനെ വായിക്കാനായിട്ടൊക്കെ കർത്താവിന് അറിയാം. അതുകൊണ്ട് ദൈവത്തോട് മനസ്സിൽ പോലും വക്രത നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് മറന്നുപോയി. എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുന്നത്? എൻ്റെ കാരണം എന്താണ്? ഈ ലോകത്തിൽ മനുഷ്യന് നീതി കിട്ടുന്നില്ല. എത്രയോ വിശുദ്ധന്മാരെ തെറ്റായിട്ട് വിധിച്ചിട്ടുണ്ട്, അവരെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനം അവൻ്റെ ഭക്തന്മാർക്ക് വലിയ ആശ്വാസമായിരിക്കും. ഇപ്പോഴും അറിയാമല്ലോ, വടക്കേ ഇന്ത്യയിൽ എത്രയോ പേര് പാസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നു. അവർ ചെയ്യാത്ത കുറ്റത്തിന് ഒന്നും ചെയ്തിട്ടില്ല. ഒരു മിലിറ്റൻ്റ് ആക്റ്റോ അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരായിട്ട് പ്രസംഗിക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. അവരാകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായിട്ടുള്ള സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരാരെയും അടിച്ചു കൊല്ലാനും ഒന്നും പോയില്ല. അത് പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അതൊരു നീതിപൂർവമുള്ളൊരു ന്യായവിധി അല്ല. അതുകൊണ്ട് ദൈവം ന്യായം വിധിക്കുക തന്നെ ചെയ്യും, നീതിപൂർവമുള്ള ന്യായം. അത് ഭക്തന്മാർക്ക് എപ്പോഴും ആശ്വാസമായിരിക്കും. സങ്കീർത്തനം 9:7-8 വാക്യങ്ങൾ, എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോട് വിധിക്കും, ജാതികളെ നേരോടെ ന്യായപാലനം ചെയ്യും. ദൈവം ലോകത്തെ നീതിയോട് വിധിക്കും. കാരണം നീതിയില്ല, അതുകൊണ്ടാണ് ദൈവം ഹി ഹാസ് പ്രിപ്പയർഡ് ഹിസ് ത്രോൺ ഫോർ ജഡ്ജ്മെൻറ്റ്. അവന് അവൻ്റെ സിംഹാസനം ഒരുക്കിയിരിക്കുകയാണ്. ജാതികളെ നേരോട് ന്യായപാലനം ചെയ്യും, ലോകത്തെ നീതിയോട് വിധിക്കും.
അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ദൈവം ഈ ന്യായം, ഈ നീതിയൊക്കെ നടത്തുന്നത്? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒന്ന് കണ്ണു തുറക്കാനായിട്ടാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് മറഞ്ഞു പോയി എന്തെങ്കിലും ചെയ്യാനായിട്ടല്ല. ദൈവം എല്ലാം കാണുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കണ്ണുകൾ സകലതും കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ കണ്ണുകളെ, വിശ്വാസ ജീവിതത്തിൽ കണ്ണുകൾ തുറക്കാനാണ് ദൈവം ന്യായവിധി വെച്ചിരിക്കുന്നത്. കാരണം ദൈവം ന്യായം വിധിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ, ദൈവം നീതിയുള്ള ന്യായവിധിയാണെന്ന് മനസ്സിലാക്കുമ്പോഴേ, രഹസ്യത്തിലും പരസ്യത്തിലും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ തന്നെ മടിക്കും, ദൈവത്തിന് ഹിതമല്ലാത്ത. എബ്രായർ 9:27 നേരത്തെ പറഞ്ഞു, മനുഷ്യന് 2 അപ്പോയിൻമെൻ്റ് വെച്ചിട്ടുണ്ട്. 1 മരണം, 2 ന്യായവിധി. ഒരു മനുഷ്യനും മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യന് ന്യായവിധിയിലാപ്പെടാതെയും രക്ഷപ്പെടാൻ പറ്റില്ല. 2 അപ്പോയിൻമെൻ്റ് വെച്ചിട്ടുണ്ട്. എന്നാൽ 3-മതൊരു അപ്പോയിൻമെൻറ്റ് ദൈവം തരുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17:31, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. എ ഡേറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ്. ദൈവം ഒരു ഡേറ്റ് ന്യായവിധിക്ക് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് മാത്രമേ ആ ഡേറ്റ് അറിയാവൂ, നമുക്കാർക്കും അറിയത്തില്ല. സോ ദർ ഇസ് എ 3-മത്തെ കാര്യം, ദർ ഇസ് എ ഡേറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ്. 1 ദർ ഇസ് ഒരു മനുഷ്യൻ മരിക്കും, 2 മനുഷ്യൻ ന്യായവിധിയുണ്ട്, 3 ദർ ഇസ് എ ഡേറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ്. 4-മത്തെ കാര്യം, ഈ ന്യായം വിധിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? ദർ ഷുഡ് ബി, ഹി ഹാസ് അപ്പോയിൻറ്റഡ് എ ജഡ്ജ്. ഒരു ജഡ്ജ് ദൈവം അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10:42 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒക്കെ ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. അവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. സോ ഹി ഹാസ് അപ്പോയിൻറ്റഡ് എ ജഡ്ജ്. വേറൊരു വാക്യം കൂടി, യേശുക്രിസ്തു ആണ് ജഡ്ജ് എന്നുള്ളൊരു വാക്യം യോഹന്നാൻ 5:22 എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഒന്നും കൂടെ വായിച്ച് കേൾപ്പിക്കാം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി ചെയ്യാനായിട്ട് യോഗ്യനായിരിക്കുന്ന പുത്രനാണ്. ഈ അതേ അധ്യായത്തിൽ തന്നെ 27-ാം വാക്യത്തിൽ 5:27, യോഹന്നാൻ 5:27, അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. ന്യായവിധിയുടെ അധികാരം ജഡ്ജായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനെയാണ്. യേശുക്രിസ്തു ആണ് എല്ലാ ന്യായവിധിയും നടത്തുന്നത്. ഈ 3 ന്യായവിധിയുണ്ട്. ഇതിനകത്ത് പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് 3 ന്യായവിധി: ഭീമാ കോർട്ട്, അതുപോലെ തേജസ്സിൻ്റെ സിംഹാസനം, വെള്ളസിംഹാസനം. ഇതെല്ലാം 3 ന്യായവിധികളും കർത്താവാണ് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ട് നമ്മൾ ബൈബിളിൽ നിന്ന് കാണുന്നു. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ട് ചിന്തിച്ച കാര്യങ്ങളെ ഞാനൊന്ന് ക്രോഡീകരിക്കാം. സമയം ഇവിടെ അവസാനിക്കുന്നുണ്ടെന്ന് ക്രോഡീകരിക്കാം. എല്ലാ മനുഷ്യനും മരണമുണ്ട്, എല്ലാ മനുഷ്യനും ന്യായവിധിയുണ്ട്. ഒരു ഡേറ്റ് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നു. 4-മത്തെ കാര്യം, ദർ ഇസ് എ ജഡ്ജ്. ആ ജഡ്ജ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും നമ്മളെ ന്യായം വിധിക്കും. അതുപോലെ തന്നെ ന്യായപ്രമാണം ഉള്ളവരെ ന്യായപ്രമാണത്തിലെ ന്യായം വിധിക്കും. ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച് അവരെ ന്യായം വിധിക്കും. ദൈവം ന്യായവിധിയാണ്, അവൻ ജസ്റ്റായിട്ടുള്ള ദൈവമാണ്. മനുഷ്യർക്ക് ഈ ലോകത്തിൽ ന്യായം കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ സമൂഹത്തിലെ മിലിറ്റൻസിയും പവറും പൊളിറ്റിക്കൽ പവറും മണി പവറും ഉണ്ടെങ്കിലേ പല കാര്യങ്ങളും നടന്നു കിട്ടുള്ളൂ. അല്ലെങ്കിൽ ന്യായമില്ല. പല കാര്യങ്ങളും നന്നായിട്ട് പഠിച്ച കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, എന്നാൽ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ രാഷ്ട്രീയം കളിച്ചവർക്ക് ജോലി കിട്ടുന്നുണ്ട്. ന്യായമില്ല. ഇതിനൊക്കെ ദൈവം ന്യായം വിധിക്കുന്നൊരു സമയമുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ ന്യായം കിട്ടാത്തതുകൊണ്ടാണ് കർത്താവ് ന്യായം വിധിക്കുന്നത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഇറ്റ് ഈസ് ആൻ ഐ ഓപ്പണർ. നമ്മുടെ കണ്ണൊന്ന് തുറക്കണം.
ദൈവം ന്യായാധിപതിയാണ്, ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് നമ്മളെ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതായാലും തീയതാകലും, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടും അതുപോലെ തീയത് ചെയ്യാതിരിക്കാനായിട്ടും മനസ്സിൽ പോലും പാപം കരുതാതിരിക്കാനായിട്ടും ഈ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? തീർച്ചയായും രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവം വലിയ വിടുതൽ തരും. ദൈവമായ കർത്താവേ, ഇന്ന് ന്യായവിധിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ, തുടർമാനമായിട്ട് ന്യായവിധിയെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. ദൈവമേ, ഞങ്ങൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും ഒക്കെ തക്ക പ്രതിഫലം ഉയരത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. നീ കർത്താവെ ഞങ്ങൾക്ക് മരണവും ന്യായവിധിയും കൽപ്പിച്ചിരിക്കുന്നു. കർത്താവെ അതിനൊരു ഡേറ്റ് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് തന്നെ ന്യായം ജഡ്ജായിട്ട് ഇരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ കർത്താവ് എല്ലാത്തിനും നിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിൻ്റെ കണ്ണ് സകലതും കാണുന്നുവെന്നും കർത്താവെ ഞങ്ങളുടെ ചിന്തകൾ മുഴുവൻ നീ അറിയുന്നുവെന്നും കർത്താവെ ഇപ്പോൾ ശാസ്ത്രം വരെയും തെളിയിച്ചു കഴിഞ്ഞു. ഒരാളുടെ ചിന്ത വേറൊരാൾക്ക് മനസ്സിലാവും, ദൂരെ ഇരിക്കുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. നീ ഇതൊക്കെ ചെയ്യുമെന്നും കാണുമെന്നും. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. കർത്താവെ, എവിടെയെങ്കിലുമൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഞങ്ങളെ വീണ്ടെടുക്കണമേ, സഹായിക്കണമേ. കർത്താവെ, അറിഞ്ഞും അറിയാതെയും മനസ്സിലെ വക്രത നിരൂപിക്കുകയും പാപം ചെയ്തും കർത്താവെ നീതിമാന് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ അതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നീതിയോടുകൂടി പ്രവർത്തിക്കുന്നതിന് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ ലിവർ സിറോസിസ് വന്നിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രീതിയിലാണെന്നറിയത്തില്ല, ഫാറ്റി ലിവറിൻ്റെ പ്രയാസങ്ങൾ ഈ ദിവസങ്ങളിൽ വലുതായിട്ട് കർത്താവെ പ്രയാസപ്പെടുത്തുന്നു. ദൈവമേ, ഷുഗർ കൂടിയതുകൊണ്ടാണോ എന്നറിയത്തില്ല കർത്താവെ, അത് സിറോസിലേക്ക് പോകുമെന്നറിയത്തില്ല കർത്താവെ. അടുത്ത ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വലിയൊരു വിടുതൽ വരുവാനായിട്ട് ദൈവവരങ്ങൾ ഞങ്ങൾ ആ വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ ഈ ദിവസങ്ങൾ കർത്താവെ കൂടെ ഇരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികൾ കർത്താവെ വലിയ വേദന അനുഭവിക്കുന്നതായി കാണുന്നല്ലോ. ദൈവം ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, വലിയൊരു വിടുതൽ കർത്താവെ ഈ ദിവസങ്ങൾ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കർത്താവെ അതൊക്കെ ആ വേദനയെല്ലാം കുറച്ച് അതെല്ലാം പുറത്തേക്ക് പോകുവാനായിട്ട് കർത്താവെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വയറിലെ വേദനകളായി പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുതൽ കർത്താവെ ഞങ്ങളെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവസനയിൽ ആശ്രയിച്ച് പ്രത്യാശിച്ച് പ്രാർത്ഥിച്ചവരെ ദൈവമേ നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നോർത്ത് സ്തോത്രം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ അനേകം ആളുകളുടെ ജീവിതത്തിൽ നീ കർത്താവെ കൊടുത്ത വിടുതലിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നു, ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഹംബിൾ ഡൗൺ ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. കർത്താവെ, നിൻ്റെ ഉത്കൃഷ്ട കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. ഈ ദിവസങ്ങളിലെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. നമുക്ക് ക്ലിയറായിട്ട് അത് മനസ്സിലാവത്തക്ക രീതിയിൽ സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. എല്ലാവർക്കും അത് മനസ്സിലാകും. തുടർമാനമായിട്ട് അത് കേൾക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് അയച്ചു കൊടുക്കണം. അതുപോലെ ആദ്യമായിട്ട് ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ കാണുകയും ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.